അപ്പോൾ അതിലെ മൊഡ്യൂൾ 1 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടതും വാട്ട് ആർ ദി ഡിഫറെൻറ്റ് മോഡ്സ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ. അപ്പോൾ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ ഡിഫറെൻറ്റ് മോഡ്സ് എന്തൊക്കെയാണ്? ത്രൂ കണ്ടക്ഷൻ, കൺവെക്ഷൻ ആൻഡ് റേഡിയേഷൻ. അപ്പം ഇതിനെ മൂന്നിനെയും പറ്റി നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുന്നതാണ് നമ്മുടെ ഹീറ്റ് ട്രാൻസ്ഫറിൻ്റെ സെക്ഷൻ. ദെൻ കംസ് മാസ് ട്രാൻസ്ഫർ. ദെൻ ഫസ്റ്റ് രണ്ട് മൊഡ്യൂളിൽ നമ്മൾ കണ്ടക്ഷനും കൺവെക്ഷനുമാണ് കൂടുതലും നോക്കുന്നത്. ആൻഡ് തേർഡിലും ഫോർത്തിലും അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് ആണ് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ. ദെൻ ഫിഫ്ത്ത് മൊഡ്യൂൾ റേഡിയേഷനും, സിക്സ്ത് മൊഡ്യൂൾ നമ്മുടെ മാസ് ട്രാൻസ്ഫറും. അപ്പോൾ ഇതിൽ മൊഡ്യൂൾ 1 നമ്മൾ കണ്ടക്ഷൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഒരു തെർമൽ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്ന ഒരു ഫാക്ടർ വരുന്നത്. ദെൻ വരുന്നത് 3 ഡെറിവേഷനാണ്. അതായത് ജനറൽ ഹീറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ്സ്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ്സ് ആൻഡ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ്. ദെൻ ഇത് മൂന്നിൻ്റെ ഡെറിവേഷൻ റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതാണ്. അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാർട്ടീഷ്യനും സിലിണ്ടറിക്കലുമാണ്. സ്പെറിക്കൽ അധികം ചോദിക്കാറില്ല. അപ്പം കാർട്ടീഷ്യനും സിലിണ്ടറിക്കലും ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഡെറിവേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കുക. പിന്നെ 1 ഡയമെൻഷണൽ സ്റ്റഡി സ്റ്റേറ്റ് കണ്ടക്ഷൻ ഇക്വേഷൻ, അതായത് നമ്മുടെ ക്ലാസിഫിക്കേഷനായിട്ട് പ്ലെയിൻ വോളിൽ തന്നെ 2 കൺസെപ്റ്റ് ഉണ്ട്. വിത്തൗട്ട് ഹീറ്റ് ജനറേഷനും ഉണ്ട്, വിത്ത് ഹീറ്റ് ജനറേഷനും ഉണ്ട്. വിത്ത് ഹീറ്റ് ജനറേഷൻ നിങ്ങളുടെ ടെക്സ്റ്റിലൊക്കെ കുറച്ച് ഡിഫിക്കൽട്ടായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതായത് ഒരു പ്ലെയിൻ വോളിൽ തന്നെ സിമെട്രിക് ആയിട്ട് ഒരു സോഴ്സ് ഓഫ് ഹീറ്റ് ജനറേഷൻ വരാം, അസിമെട്രിക് ആയിട്ടും വരാം. അതിൻ്റെ ഡെറിവേഷൻ ചോദിച്ചിട്ടുണ്ട് വിത്ത് ഹീറ്റ് ജനറേഷൻ. അപ്പോൾ അത് ഞാൻ നിങ്ങൾക്ക് സിമ്പിളാക്കി എങ്ങനെ എക്സാമിന് എഴുതാമെന്ന് പറഞ്ഞു തരാം. വിത്തൗട്ട് ഹീറ്റ് ജനറേഷനും അത് പ്ലെയിൻ വോളും സിലിണ്ടറും സ്പിയറും വളരെ എളുപ്പമാണ്. ഇതിൻ്റെ പ്രോബ്ലംസും അതിൻ്റെ ചെറിയ ഇക്വേഷൻസും കോമ്പോസിറ്റ് വാൾ, ഇതിൻ്റെ തന്നെ കോമ്പോസിറ്റ്സ് വരും. പ്ലെയിൻ വോളിൻ്റെ തന്നെ കോമ്പോസിറ്റ് വാൾ വരും, സിലിണ്ടറിൻ്റെ കോമ്പോസിറ്റ് വരും, സ്പിയറിൻ്റെയും കോമ്പോസിറ്റ് വരും. അപ്പോൾ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പ്രോബ്ലംസ് ചോദിക്കുന്നത് ഈ ഒരു ടോപ്പിക്കിൽ സിലിണ്ടറിൻ്റെയും സ്പിയറിൻ്റെയാണ്. അപ്പോൾ അതിൻ്റെ പ്രോബ്ലം നല്ല കാര്യമായിട്ട് കുറേ പ്രോബ്ലംസ് നമ്മൾ പ്രാക്ടീസ് ചെയ്യുക. ഡെറിവേഷൻ ചോദിച്ചിട്ടുള്ളത് അതിൻ്റെ വിത്ത് ഹീറ്റ് ജനറേഷൻ്റെ ഡെറിവേഷൻ, അത് അധികം നോക്കാത്തതാണ്. അപ്പോൾ അത് നമ്മൾ പഠിക്കുക. ദെൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മുടെ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷൻ. ഇത് നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഈ ക്രിട്ടിക്കൽ തിക്നെസ് ഓഫ് ഇൻസുലേഷനിൽ നിന്നാണ്. സോ ആ ഒരു കാര്യങ്ങളും എല്ലാം മനസ്സിലാക്കുക. ദെൻ സിലബസിൽ പറഞ്ഞിരിക്കുന്ന ഒരു കണ്ടക്ഷൻ ഷേപ്പ് ഫാക്ടർ ഉണ്ട് ത്രൂ കോർണേഴ്സ് ആൻഡ് എഡ്ജസ്. അത് ജസ്റ്റ് തിയറിറ്റിക്കലായിട്ട് മാത്രം വായിച്ച് വെക്കേണ്ട ഒരു ടോപ്പിക്കേ ഉള്ളൂ. ഷേപ്പ് ഫാക്ടർ നമ്മുടെ റേഡിയേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരും. അത് നമുക്ക് അപ്പോൾ അത് ഡിഫറെൻ്റ് ഒരു ഷേപ്പ് ഫാക്ടറാണ്. അത് കാര്യമായിട്ട് പഠിക്കാനുള്ളതാണ്. ഇത് ജസ്റ്റ് നിങ്ങൾ തിയറി ആയിട്ട് അറിഞ്ഞാൽ മതി. അപ്പോൾ ഇത്രയും കണ്ടൻറ്റാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫസ്റ്റ് മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്. അപ്പോൾ അതിൽ ഓരോ ടോപ്പിക്കായിട്ട് നമുക്ക് നോക്കാം.